നമസ്കാരം. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സർവനാമായിരുന്നു, റൈറ്റ്? അതിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പുരുഷവാചക് സർവനാമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിശ്ചയവാചക് സർവനാമാണ്. എന്താണ് നിശ്ചയവാചക് സർവനാം? നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്താണ്? നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം, അല്ലെ? നിശ്ചയവാചക് സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഉറപ്പുള്ള ഒരു കാര്യമാണ്. सर्वनाम के जिस रूप से हमें किसी बात या वस्तु का निश्चित रूप से ज्ञात होता है या ഒരു നോളജ് കിട്ടുകയാണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സാധനം എന്താണ് നമുക്ക് ഉറപ്പാവുകയാണ്, ആ ഒരു സാധനം അവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ ഇന്നതാണ് സാധനം എന്നുള്ളത് നമുക്ക് ഉറപ്പാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്? നിശ്ചയവാചക് സർവനാം എന്ന് പറയണത്, राइट? उसे हम निश्चयवाचक सर्वनाम कहते हैं। जिन शब्दों से किसी व्यक्ति, वस्तु या घटना की और निश्चय बोध होता है या हमें കറക്റ്റ്ലി നമുക്കത് മനസ്സിലാവുകയാണ്, ഇന്ന ആളാണ്, ഇന്ന സാധനമാണ്, ഇന്ന സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് നിശ്ചയവാചക് സർവനാം. നമ്മൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? യഹ്, വഹ്, വേ, യേ, അങ്ങനത്തെ കുറെ വേർഡ്സ് നമ്മൾ ഉറപ്പിക്കാനായിട്ട് യൂസ് ചെയ്യും, അല്ലെ? നമ്മളും പറയാറുണ്ട്, ഇത് എന്റെ ബുക്കാണെന്ന് പറയും, റൈറ്റ്? യഹ് മേരാ പുസ്തക് ഹെ, യഹ് മേരാ ഗേന്ദ് ഹെ, യഹ് മേരാ കപ്പടാ ഹെ, അല്ലെ? ഇത് എന്റെ ഡ്രസ്സാണ്, ഇത് എന്റെ ബോക്സ് ആണ്. അങ്ങനെ നമ്മൾ എല്ലാം ഉറപ്പിച്ച് പറയാണ്. വഹ രാമു കാ ഘർ ഹെ, അത് രാമുയുടെ വീടാണ്, അല്ലെ? നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ പറയുമ്പം അതാണ് നിശ്ചയവാചക് സർവനാം. എന്താണ് അതിന് പറയാ? നിശ്ചയവാചക് സർവനാം എന്ന് പറയും. നമുക്ക് ഈ നിശ്ചയവാചക് സർവനാമിനെ രണ്ട് ടൈപ്സ് ആയിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. ഒന്ന് അടുത്തുള്ള വസ്തുക്കളെയും ഒന്ന് ദൂരമായിട്ടുള്ള വസ്തുക്കളെയും നമ്മൾ പറയും, അല്ലെ? വഹ് മേരാ ഗാവ് ഹെ, അത് എന്റെ വില്ലേജ് ആണ് പറയാറില്ലേ, അല്ലെ? അവിടെയാണ് എന്റെ വീട്. നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയണം. അത് അടുത്തായാലും ദൂരത്തായാലും അതെന്താണ്? ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ നിശ്ചയവാചക് സർവനാം എന്ന് പറയാറ്. അതിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. എന്താ? യഹ് മേരി പുസ്തക് ഹെ, യേ പുസ്തക് രാധാ കാ ഹെ, യാ രാധാ കി ഹെ, റൈറ്റ്? അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം യഹ്, വേ, വഹ്, ഇസ്, ഇതെല്ലാം എന്താണ്? നിശ്ചയവാചക് സർവനാമിലാണ് വരിക. ഓക്കെ, പിന്നെ എന്താണ്? വേ ലड़के बहुत പരിശ്രമി ഹെ, ആ കുട്ടികൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കൊച്ചുങ്ങളാണ്. അതിൽ എന്ത് വന്നു? ദൂരത്തായിട്ടുള്ളത്, അല്ലെ? നമ്മളെ നിയറസ്റ്റ് അല്ല, എന്നാലും നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? നിശ്ചയവാചക് സർവനാം. സോ എന്താണ് നിശ്ചയവാചക് സർവനാം എന്ന് പറഞ്ഞാല്? എന്താണ് നിശ്ചയവാചക് സർവനാം? जिन शब्दों से किसी व्यक्ति, वस्तु या घटना की निश्चयात्मक रूप हमें संकेत करे, അല്ലെ? നമ്മൾ മനസ്സിലാക്കി തരാണ് കുറച്ച് വേർഡ്സ് വെച്ചിട്ട്, ഇത് ഉറപ്പുള്ളതാണ്, എന്റേതാണ്, ഇല്ലെങ്കിൽ അവരുടേതാണ്, ഇല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് വെച്ചിട്ട് നമ്മൾ പറയാണ്. അതൊക്കെ എന്തിൽ വരുന്നതാണ്? നിശ്ചയവാചക് സർവനാമിൽ വരാണ്. അപ്പൊ നിശ്ചയവാചക് സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊണൗണ് നമുക്ക് ഉറപ്പായിട്ട് ഇന്ന ആളുടേതാണ്, ഇല്ലെങ്കിൽ അവരുടേതാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനെയാണ് നമ്മൾ നിശ്ചയവാചക് സർവനാം എന്ന് പറയാറ്. ഇതിൽ എന്തൊക്കെ വേർഡ്സ് വരും? യഹ്, വഹ്, വേ, സേ, ലൈക്ക് ദാറ്റ് വേർഡ്സ്. ഓക്കെ, ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.